ഇതാണ് മെയിൻ ഹൈലൈറ്റ്. റോൾസ് റോയ്സിൻ്റെ കുട. സി മാത്രമാണ് നമ്മൾ ഈ ഒരു വാഹനം ഏതാണെന്നുള്ള ഒരു സിമ്പിൾ നൽകിയിട്ടുള്ളത്, ഗോസ്റ്റ് എന്ന് നൽകിയിട്ടുള്ളത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സീരീസ് 1 നമ്മൾ ചെയ്തിരുന്നു. ആ സീരീസ് 1ൻ്റെ ശേഷം വന്ന സീരീസ് 2 റോൾസ് റോയ്സ് ഗോസ്റ്റ് സീരീസ് 2 ആണ്. നമുക്കറിയാം, ഒരു സെക്കൻഡ് ജനറേഷൻ, ഫസ്റ്റ് ജനറേഷൻ്റെ ഫേസ് ലിഫ്റ്റ് എന്ന് തന്നെ നമുക്കത് പറയാം. ആൻഡ് അതിന് ശേഷം തന്നെ ഒരു സെക്കൻഡ് ജനറേഷൻ വാഹനം ഇറങ്ങിയിട്ടുണ്ടോ, അത് എൻറ്റയർലി മാറിയിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ റോൾസ് റോയ്സ് ഗോസ്റ്റിൻ്റെ സീരീസ് 2 ആണ്. ആക്ച്വലി നമ്മുടെ സീരീസ് 1ൽ നിന്നും ചെറിയ മാറ്റങ്ങളോടെയാണ് ഈ ഒരു വാഹനം നിന്നിട്ടുള്ളത്. ബാക്കിയെല്ലാ കാര്യം പിന്നെ നമുക്കറിയാലോ, നമ്മുടെ റോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിർമ്മിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ നോക്കാം. സോ എല്ലാവർക്കും ഓട്ടോ പ്രേമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ, നമ്മളെ എപ്പോഴും ഹൈലൈറ്റ് നിൽക്കുന്ന നമ്മുടെ ആ ഒരു സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി, അതിന് താഴെ ഒരു റോൾസ് റോയ്സിൻ്റെ ലോഗോയോട് കൂടിയുള്ള ഒരു വലിയ പെൻഡ്യൂൺ ഗ്രിൽ. മെയിൻ ഹൈലൈറ്റ് മെയിനായിട്ട് മാറ്റുന്നത് അവിടെ കാണാൻ നമ്മൾ ആ റെയ്ത്തില്ലേ, ആ റെയ്ത്തത്തെ അതുപോലെ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഒരു ലൈറ്റിങ്. ആ ഒരു പുതിയൊരു LED ട്രീറ്റ്മെൻറ്റ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഒരു സിനോൺ ലൈറ്റ്സ് ആണ്. ഇവിടെ RR എന്നുള്ളൊരു മോണോഗ്രാമോടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഹെഡ്ലൈറ്റ് വാഷ് നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിന് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വലിയൊരു എയർ ഡാമുണ്ട്. അതിൽ തന്നെ നമുക്ക് ഈ ഒരു ക്രോമിയം എലമെൻറ്റ് അത് പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതാണ് നമുക്കുള്ള ആ ഒരു ഫ്രണ്ടിലെ വ്യൂ. പിന്നെ നമ്മുടെ ബോണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അലുമിനിയം സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈന് വളരെ രസമായി. ഒരു ഡുവൽ ടോൺ ആണ്, ഒരു സിൽവറും പിന്നെ ഒരു വൈറ്റും ആണുള്ളത്. ആൻഡ് ഇത് കുറച്ച് എക്സ്ട്രാ മറ്റുള്ള മോഡലിൽ നിന്നെക്കാട്ടിലും കുറച്ചുകൂടി നീളം കൂടിയിട്ടുണ്ട്. ഈ ഒരു ലൈനിങ്സ് നമ്മൾ പറയുന്നതാണ്, ഏകദേശം 2-3 മണിക്കൂറാണ് ഈ ഒരു ലൈനിങ് ഇടാൻ തന്നെ വേണ്ടിയിട്ടുള്ളത്. അത് ചെറിയൊരു ഗ്ലേസിങ് ഉണ്ടത്. അതിന് വീലിലേക്ക് നോക്കുകയാണെങ്കിൽ റോൾസ് റോയ്സിൻ്റെ ഒരു കോണ്ടിനെൻ്റൽ വീലുകളാണ്. അതിന് റോൾസ് റോയ്സിൻ്റെ ഒരു ലോഗോ ഉണ്ട്. റോൾസ് റോയ്സിൻ്റെ തന്നെ ബ്രേക്ക് കാലിപ്പേഴ്സ് ഉണ്ട് അവിടെ. അതിനിവിടെ ഒരു റോൾസ് റോയ്സിൻ്റെ ലോഗോ വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് നൽകിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു മിറേഴ്സ് നൽകിയിട്ടുണ്ട്. സൂയിസൈഡ് ഡോസ്. അതിനിവിടെ ഒരു കീട്ട് തുറക്കാനുള്ളത് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മളെ മറ്റുള്ള മോഡലുകളിലൊക്കെ നമുക്ക് ഈ കാണുന്ന മക്ലാരൻ ആയിക്കോട്ടെ, അങ്ങനത്തെ ബാക്കിയുള്ള മോഡൽസിലൊക്കെ നമുക്ക് S ക്ലാസ്സിലും 7 സീരീസിലൊക്കെ ആ ഒരു മോഡൽ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ ഈ റോൾസ് റോയ്സിൽ നമുക്കത് ഒരിക്കലും കാണാൻ കഴിയില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റോൾസ് റോയ്സിൻ്റെ ഗോസ്റ്റ് ആയിക്കോട്ടെ, റെയ്ത്ത് ആയിക്കോട്ടെ, ഏതിനാണെന്നെങ്കിലും നമുക്ക് ആ ഒരു വാഹനത്തിൻ്റെ മോഡൽ ഏതാണെന്നുള്ളത് അറിയാൻ കഴിയില്ല. സോ നമുക്കിതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫോർ 90 ലിറ്റർ സ്പേസാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ചെറിയൊരു അറ നൽകിയിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു ലഗേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. എത്രത്തോളം ഉള്ളിലേക്ക് പോകാന്നുള്ളത്. ഇവിടെയാണ് ലൈറ്റ് നൽകിയിട്ടുള്ളത്. ആ ഒരു റോൾസ് റോയ്സിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൽ പോലും ചെറിയൊരു റോൾസ് റോയ്സിൻ്റെ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസിയുടേതാണ് അവിടെ നൽകിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പൈസ എണ്ണി കൊടുത്താലെന്താ. അവിടെ ലൈറ്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റുള്ള മോഡൽ കാണുന്ന പോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നും കാര്യമൊന്നും വന്നിട്ടില്ല. ആൻഡ് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ നൽകിയിട്ടുണ്ട്. 90 ലിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി. സോ നമുക്കിനി ഉള്ളിലേക്ക് കിടക്കാം. ഇതാണ് മെയിൻ ഹൈലൈറ്റ്.
റോൾസ് റോയ്സിൻ്റെ കുട. സി റോൾസ് റോയ്സിൻ്റെ ഒരു മോണോഗ്രാം ഉള്ളതുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ എത്ര പൈസ കൊടുത്തും വേണം നമുക്കൊന്ന് വാങ്ങാം. ഒരു ഷോക്ക് ആൻഡ് ആ ഒരു വുഡ് ട്രിമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ആൻഡ് ഒരു ചെറിയ ബ്രൗണിഷ് ബീച്ച് കളറിലാണ് നമ്മുടെ ഡോർ നൽകിയിട്ടുള്ളത്. ഇൻറ്റീരിയറിലും അതുപോലെ തന്നെയാണ്. ഇവിടെ നമ്മുടെ ഡോർ ഹാൻഡിൽസിൻ്റെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ മറ്റ് റോൾസ് റോയ്സിലൊക്കെ കണ്ടതുപോലെ തന്നെയാണ്. ആൻഡ് 2 സ്പീക്കേഴ്സിന് നൽകിയിട്ടുള്ളത്. ചെറിയ ഒരു സ്പേസേ ഇവിടെ ഉള്ളൂ. നമുക്കത് 2 രീതിയിൽ നമ്മൾ മെമ്മറി സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ സീറ്റിങ്ങിൻ്റെത് ആക്ച്വലി ഇത് 2014 നമുക്ക് ഈ ഒരു വാഹനം ലഭിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരു വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും കാണാനില്ല. നമ്മുടെ തനതായ റോൾസ് റോയ്സിൻ്റെ എംബ്ലത്തോട് കൂടിയ നമ്മുടെ സ്റ്റിയറിംഗ് വീല്, അതിലൊക്കെ ചെറിയ ചെറിയ മെറ്റൽ ഫിനിഷുകളൊക്കെ നൽകിയിട്ടുണ്ട്. ആൻഡ് അനലോഗ് പ്ലസ് ഡിജിറ്റലായിട്ടുള്ളതാണ്. നമ്മുടെ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. സി ആ റോൾസ് റോയ്സിൻ്റെ ആ ഒരു മാറ്റം വന്നത് കണ്ടില്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ പ്ലസ് അനലോഗാണ്. നമുക്കിതിൽ കാണിക്കുന്നത് 17.3 ലിറ്റർ പെർ 100 കിലോമീറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്ര ഉണ്ടാവും എന്നുള്ളത്. ആൻഡ് ഇവിടെ നമ്മുടെ പാർക്കിങ്ങിൻ്റെ ഹോൾഡിംഗ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെത്. ആൻഡ് ഇവിടെ റോൾസ് റോയ്സിൻ്റെ ആ ഒരു ലോഗോട് കൂടിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നൽകിയിട്ടുണ്ട്. ആൻഡ് സി റോൾസ് റോയ്സ് ഗോസ്റ്റ്. ഇവിടെ മാത്രമാണ് നമ്മൾ ഈ ഒരു വാഹനം ഏതാണെന്നുള്ള ഒരു സിമ്പിൾ നൽകിയിട്ടുള്ളത്, ഗോസ്റ്റ് എന്നുള്ളത് നൽകിയിട്ടുള്ളത്. പിന്നെ റോൾസ് റോയ്സിൻ്റെ ഒരു മോണോഗ്രാം നൽകിയിട്ടുണ്ട്. റേത്തിൻ്റെ വീട്ടിൽ കണ്ടതുപോലെയുള്ള ആ ഒരു ഗ്ലാസി ഫിനിഷിലുള്ള ആ ഒരു നമ്മുടെ ബാഡ്സുകൾ, നമ്മുടെ ബട്ടൺസൊക്കെ അങ്ങനെയാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോൾ ചെയ്യാം, സോഫ്റ്റ് ആക്കാം. ഇപ്പോഴാണ് AC ഓൺ ആയത് കേട്ടോ, നമുക്ക് ഓഫാക്കാം. ഇറ്റ്സ് ഓഫ് ഇറ്റ്. ആൻഡ് ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ നോബ്സുകൾ. അതിൽ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റേസിയുടെ ആ ഒരു സിമ്പിൾ നൽകിയിട്ടുണ്ട്. ആൻഡ് ഹസാർഡ് വാർണിങ്ങിൻ്റെ ഇത് നമ്മുടെ വിൻഡോ ലോക്ക് ചെയ്യാനുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് സസ്പെൻഷൻ ഉയർത്താനും താത്താനുമുള്ള നൽകിയിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ നമ്മുടെ മീഡിയ കൺട്രോളാണ്. ഇനി ഇവിടെ എന്താണ്, ഇവിടെ ഉണ്ട് ആഷ്ട്രേസ് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, നമ്മളതിനെതിരാണ്. പിന്നെ നമുക്കിവിടെ ഒരു ഫോൺ വെക്കാനുള്ളതുണ്ട്. ഇവിടെ ചാർജർ പോർട്ടുകൾ കാണാനില്ല. ഒരു സോക്കറ്റിൻ്റെ ചെറിയ സ്പേസ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുള്ള നല്ലൊരു ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ നിന്ന് നമ്മുടെ ബൂട്ട് ലോക്ക് ചെയ്യാം, അതവിടെ നൽകിയിട്ടുണ്ട്. അതൊരു ഹിഡൻ ഫീച്ചറാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. 2 രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു വുഡ് ഫിനിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ നമുക്ക് ആ ഒരു വുഡ് ഫിനിഷ് നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയും ഇതിൽ നമുക്ക് പനോറമിക് സൺറൂഫാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. കസ്റ്റമൈസബിൾ ആണ്. ആൻഡ് സി നമ്മുടെ നല്ല വിയർക്കുന്നുണ്ട്, മൊട്ടത്തല ആയതുകൊണ്ട്. സോറി, അത് ക്ലോസ് ചെയ്തില്ല. ആൻഡ് ഇനി എന്താ കൂടുതൽ പറയാനുള്ളത്, ഇനി റിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പോകാം. അതിൻ്റെ മുമ്പ് ഈ ഒരു സീറ്റിങ്ങിൽ നമ്മുടെ റോൾസ് റോയ്സിൻ്റെ ഒരു ബാഡ്ജിങ്, ആ ഒരു ആ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ ബ്ലാക്ക് കളറിൽ നൽകിയിട്ടുണ്ട്. പിന്നെ സീറ്റിനെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, റോൾസ് റോയ്സ് ആണ്, നിങ്ങൾക്ക് അറിയാറുണ്ടാവും എന്താണ് എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് റിയറിലേക്ക് ഒന്ന് കയറി ചെല്ലി നോക്കാം. ഇവിടെയാണ് നമ്മുടെ വിൻഡോ ഇതാക്കുള്ളത്. ഇവിടെ എന്താണ്, ഇവിടെ ഒന്നും നൽകിയിട്ടില്ല, ചെറിയൊരു സ്പ്രേ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു എല്ലാം കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അവിടെ കേട്ടെ, നമുക്ക് ആവശ്യമില്ല. ഇവിടെയാണ് നമുക്ക് ആ ഒരു ചെറിയൊരു AC വെൻസ് നൽകിയിട്ടുള്ളത്, ഇവിടെ നൽകിയിട്ടുണ്ട്. സി ഇതാണ് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ, ഇങ്ങനെയാണ്. പിന്നെ ഫുൾ പനോറമിക് സൺറൂഫ് ആകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് 2 പേർക്കും ഇൻഡിവിജ്വലായിട്ട് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള നമ്മുടെ AC വെൻസ് നൽകിയിട്ടുണ്ട്. ഇവിടെ
ചാർജിങ് പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ലെഫ്റ്റ് റൈറ്റ് നമ്മുടെ ഓക്സ് കേബിളിൻ്റെ നൽകിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയും നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള നൽകിയിട്ടുണ്ട്. ഞാനിവിടെ തിരക്കുകളില്ലാത്ത അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സ്പേസ് ഉണ്ട്. നടക്കട്ടെ. ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് 3 പേർക്ക് ഇരിക്കാം. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഇവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട്. സി ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്, അതൊന്നും ആരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് ഇതൊക്കെയാണ് കണ്ടോ, ഇതിവിടെ പോലും നമുക്കൊരു ആംബ്രസ്റ്റ് അത്ര ഫീലായിട്ട് ഇരിക്കുക എന്നുള്ളത്. ആൻഡ് ഇങ്ങനെ ഡ്രൈവർ വണ്ടി എടുക്കൂ എന്ന് പറയാം. സോ നമുക്കിതിൻ്റെ എൻജിനിലേക്കൊന്ന് കിടക്കാം. ഇതാണ് നമ്മുടെ റോൾസ് റോയ്സിൻ്റെ V12 എൻജിൻ. ഇതിൻ്റെ പവർ വരുന്നത് 562 ഹോഴ്സ് പവറും 750 ന്യൂട്രൺ മീറ്റർ ടോർക്കാണ്. സൗണ്ട് ലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടതാണ്. ആൻഡ് ഇത് തന്നെയാണ് നമ്മുടെ മുമ്പത്തെ ഉള്ള സീരീസ് 1ലും ഈ ഒരു എൻജിൻ തന്നെയാണ് വന്നിട്ടുള്ളത്. യാതൊരിത് വന്നിട്ടുണ്ട്. ചെറിയൊരു സൗണ്ട് ഉണ്ടാവുള്ളൂ, കാരണം സ്റ്റാർട്ടിങ്ങിലാണ് ഇതുകൊണ്ട്. ആളൊന്ന് കൂളായി. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ്. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.